So next topic, shear force and bending moment diagrams for a simply supported beam with an eccentric point load. Eccentric point load എന്ന് വെച്ചാൽ സെൻറ്ററിലല്ല ലോഡ് ആക്ട് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് എ പോയിന്റ് ലോഡ് അറ്റ് സെൻറ്റർ ആയിരുന്നു. ഇവിടെ എക്സെൻട്രിക് എന്ന് ഉദ്ദേശിക്കുന്നത് സെൻറ്റർ പോയിന്റിലല്ല ലോഡ് ആക്ട് ചെയ്യുന്നത്, കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ, ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഓഫ് എ ബീം എ ബി ഓഫ് ലെങ്ത് എൽ സിംപ്ലി സപ്പോർട്ടഡ് അറ്റ് ദ എൻഡ് എ ആൻഡ് ബി. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് അറ്റ് എൻഡ് എ ആൻഡ് ബി and carrying a point load W at C, carrying a point load W at C at a distance small a, at a distance small a from end A and at a distance small b from end B. അപ്പോൾ ഇതാണ് നമുക്ക് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ആണ് സപ്പോർട്ട്സ്. ക്യാപിറ്റൽ എ ഇവിടുത്തെ സപ്പോർട്ട്, ക്യാപിറ്റൽ ബി രണ്ടാമത്തെ സപ്പോർട്ട്. രണ്ട് സപ്പോർട്ട്സ്. എയിന്ന് സ്മോൾ ഡിസ്റ്റൻസ് എയിലാണ് ഡബ്ല്യു എന്ന് പറഞ്ഞ ലോഡ് ആക്ട് ചെയ്യുന്നത്. ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിന് സ്മോൾ ബി ആണ് സപ്പോർട്ട്, സ്മോൾ ബി ആണ് ഡബ്ല്യു എന്ന് പറഞ്ഞ ലോഡിലേക്ക് ആക്ട് ചെയ്യുന്ന ലെങ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ആദ്യമേ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. സപ്പോർട്ട് റിയാക്ഷൻസ് മീൻസ് റിയാക്ഷൻ അറ്റ് എ ആൻഡ് റിയാക്ഷൻ അറ്റ് ബി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ റിയാക്ഷൻ അറ്റ് എ ആൻഡ് റിയാക്ഷൻ അറ്റ് ബി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്യും. ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ് സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ആർ ഈക്വൽ ടു 0. സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ആർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സ് എന്താ ഉള്ളത്, എ എന്ന് പറഞ്ഞെടുത്ത് ഒരു റിയാക്ഷൻ ആർ എ, ബി എന്ന് പറഞ്ഞെടുത്ത് ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ആർ ബി. റിയാക്ഷൻ ആർ എ ആൻഡ് ആർ ബി. അപ്വേർഡ് ഫോഴ്സ് ആർ ടേക്കൺ ആസ് എന്താണ്, അപ്വേർഡ് ഫോഴ്സ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ് ഫോഴ്സസ് ആൻഡ് ഡൗൺവേർഡ് ഫോഴ്സ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ് ഫോഴ്സസ്. അപ്പോൾ റിയാക്ഷൻ ആർ എ ആക്ടിങ് അപ്വേർഡ്സ്, റിയാക്ഷൻ ആർ ബി ആക്ടിങ് അപ്വേർഡ്സ്. രണ്ട് എന്താണ്, പോസിറ്റീവ് ആണ്. ആർ എ പ്ലസ് ആർ ബി, ആർ എ പ്ലസ് ആർ ബി. ഡബ്ല്യു എന്താണ്, ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ആർ എ പ്ലസ് ആർ ബി മൈനസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് എന്ത് എഴുതാം, ആർ എ പ്ലസ് ആർ ബി, ആർ എ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു. ആർ എ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സപ്പോർട്ട് റിയാക്ഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൊമെന്റ് എടുക്കുന്നെങ്കിൽ ഒന്നെങ്കിൽ എ എന്ന് പറഞ്ഞ സപ്പോർട്ട് റിയാക്ഷൻ്റെ മൊമെന്റ് എടുക്കുക, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് റിയാക്ഷൻ്റെ മൊമെന്റ് എടുക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ എ എന്ന് പറഞ്ഞ സപ്പോർട്ട് റിയാക്ഷൻ്റെ മൊമെന്റ് എടുക്കാൻ പറഞ്ഞാൽ ആർ എന്ന് പറഞ്ഞ ടേം 0 ആയിപ്പോൾ ആർ ബി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് റിയാക്ഷൻ മൊമെന്റ് എടുത്താൽ നമുക്ക് ആർ ബി എന്ന് പറഞ്ഞ ടേം 0 ആയിപ്പോൾ ആർ എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് സം ഓഫ് മൊമെന്റ് അബൌട്ട് എ പോയിന്റ് ഈസ് ഈക്വൽ ടു 0. സം ഓഫ് മൊമെന്റ് അബൌട്ട് എ പോയിന്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ മൊമെന്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം, മൊമെന്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. മൊമെന്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു perpendicular, moment is equal to force into perpendicular distance. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ്, എ പോയിന്റ് നമുക്ക് എത്ര ഫോഴ്സ് ഉണ്ടെന്ന് നോക്കിയേ. ആർ എ എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് റിയാക്ഷൻ, ആർ ബി എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് റിയാക്ഷൻ, ഡബ്ല്യു എന്ന് പറഞ്ഞൊരു ലോഡ്. ആർ എ, ആർ ബി ആൻഡ് ഡബ്ല്യു, 3 സപ്പോർട്ട് റിയാക്ഷൻസും ഒരു ലോഡും. അപ്പോൾ നമുക്ക് ആർ എക്ക് മൊമെന്റ് ഒന്നും ഡെവലപ്പ് ചെയ്യില്ല, ബിക്കോസ് നമ്മൾ എ പോയിന്റിലെ മൊമെന്റ് ആണ് നോക്കുന്നത്. എയിൽ തന്നെയാണ് ആർ എ എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആർ എക്ക് മൊമെന്റ് ഒന്നുമില്ല, ആർ എ ഇൻറ്റു 0. ഇനി അടുത്ത ഫോഴ്സ് ഏതാണ്, അടുത്ത ഫോഴ്സ് ആണ് ഡബ്ല്യു എന്ന് പറഞ്ഞ ഫോഴ്സ്. ഡബ്ല്യു, ഈ ഡബ്ല്യു എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സ്മോൾ എ, ഡബ്ല്യു ഇൻറ്റു സ്മോൾ എ. അപ്പോൾ എന്താണ് നമ്മൾ എടുക്കുന്നത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഡബ്ല്യു എയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, ഡബ്ല്യു ഇൻറ്റു എ എന്നുള്ള ഡിസ്റ്റൻസ്. ഇനി അത് പോസിറ്റീവ് മൊമെന്റ് ആണോ നെഗറ്റീവ് മൊമെന്റ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നോക്കിക്കേ. ഇതാണ്ടേ ഡബ്ല്യു എന്ന് പറഞ്ഞ ഫോഴ്സ് എയിലേക്ക് താണ്ടേ
ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്താണ്, ഈ പോയിന്റ് മുകളിലേക്കാണ് ബെൻഡ് ചെയ്യുക, അപ്വേർഡ് ആയിട്ടായിരിക്കും ബെൻഡിങ് കോസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഹോഗിങ് ആണ്, അപ്വേർഡ് ബെൻഡിങ്ങിന് ഹോഗിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹോഗിങ് ആണെങ്കിൽ എന്താ സൈൻ കൺവെൻഷൻ, നെഗറ്റീവ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഹോഗിങ് ആയതുകൊണ്ട് നെഗറ്റീവ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് നെഗറ്റീവ് വരും, മൈനസ് ഡബ്ല്യു എ ആണ് വരുന്ന ആൻസർ, മൈനസ് ഡബ്ല്യു ഇൻറ്റു എ. ഇനി അടുത്ത നമുക്ക് എന്താ ഉള്ളത്, ആർ ബി എന്ന് പറഞ്ഞ സപ്പോർട്ട് റിയാക്ഷൻ ആണുള്ളത്. അപ്പോൾ ആർ ബിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എബൌട്ട് എ എന്ന് വെച്ചാൽ ആർ ബിയുടെ ഡിസ്റ്റൻസ് എന്താണ്, എബൌട്ട് എ എൽ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മൾ 90 ഡിഗ്രി മാർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആർ ബി എയിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ, ആർ ബി ഇൻറ്റു എൽ. ഇനി ആർ ബി പോസിറ്റീവ് മൊമെൻ്റ് ആണോ നെഗറ്റീവ് മൊമെൻ്റ് ആണോ കോസ് ചെയ്യുന്നത് നോക്കിക്കേ. ആർ ബി ഇതാണ്ട് എങ്ങനെയാ, ഇങ്ങനെ വന്ന് സ്ട്രൈക്ക് ചെയ്യും. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എൻ്റെ സപ്പോർട്ടിൻ്റെ പോസിബിലിറ്റി എന്താ, അത് എങ്ങോട്ട് ബെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് വരുന്നത്, will bend downwards. Sagging moment are taken as negative, sagging moment are taken as positive moment. Sagging moment ആയതുകൊണ്ട് അതിൻ്റെ മൊമെൻ്റ് ആണ് പോസിറ്റീവ് മൊമെൻ്റ് ആണ്. പ്ലസ് ആർ ബി ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആർ ബിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് വരും, ആർ ബി ഇൻറ്റു എൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെ റിമെയിൻ ചെയ്യുകയാണ്. ഡബ്ല്യു ഇൻറ്റു എ എന്ത് ചെയ്തു, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ ഡബ്ല്യു ഇൻറ്റു സ്മോൾ എ എന്ന് വന്നു. അപ്പോൾ ആർ ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ഡിവൈഡഡ് ബൈ എൽ, ഡബ്ല്യു എ ഡിവൈഡഡ് ബൈ എൽ. സോ റിയാക്ഷൻ അറ്റ് ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ഡിവൈഡഡ് ബൈ എൽ എന്ന് കിട്ടി. റിയാക്ഷൻ അറ്റ് ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ഡിവൈഡഡ് ബൈ എൽ. ഇനി എന്ത് ചെയ്താൽ മതി, ഈ വാല്യൂ എടുത്ത് ആർ എയുടെ വാല്യൂവിൽ, അതായത് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോൾ ആർ എ, ആർ ബിയുടെ സ്ഥാനത്ത് എന്ത് വരും, പ്ലസ് ഡബ്ല്യു എ ഡിവൈഡഡ് ബൈ എൽ ഈസ് ഈക്വൽ ടു ഡബ്ല്യു. ഇവിടെ നമുക്ക് എന്ത് എഴുതാം, ആർ എ ഈസ് ഈക്വൽ ടു ഡബ്ല്യു മൈനസ് ഡബ്ല്യു എ ഡിവൈഡഡ് ബൈ എൽ, ഡബ്ല്യു എ ഡിവൈഡഡ് ബൈ എൽ. ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം, ഡബ്ല്യു കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പോൾ ഡബ്ല്യു പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും, 1 മൈനസ് എ ഡിവൈഡഡ് ബൈ എൽ എന്ന് വരും, 1 മൈനസ് എ ഡിവൈഡഡ് ബൈ എൽ. ഇതിനെങ്ങനെ എഴുതാം, ഡബ്ല്യു ഇൻറ്റു ഇതിൻ്റെ ഡിനോമിനേറ്റർ എൽ ആയി. അപ്പോൾ എന്ത് വന്നു, എൽ മൈനസ് എ, എൽ മൈനസ് എ ഡിവൈഡഡ് ബൈ എൽ. ഇനി എൽ മൈനസ് എ എന്ന് വെച്ചാൽ എന്തുവാ വരുന്നത്, എൽ മൈനസ് എ, ടോട്ടൽ ലെങ്ത് എൽ, എല്ലിൽ നിന്ന് എ പാർട്ട് മൈനസ് ചെയ്തു. അപ്പോൾ എന്താ കിട്ടുക, ബി കിട്ടും. ടോട്ടൽ ലെങ്ത് എൽ, എൽ മൈനസ് എ, അപ്പോൾ എന്താ വരുന്നത്, ബി. അപ്പോൾ എൽ മൈനസ് എക്ക് നമുക്ക് എന്ത് കൊടുക്കാം, സ്മോൾ ബി എന്ന് കൊടുക്കാം. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എൽ. സോ റിയാക്ഷൻ അറ്റ് എ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി divided by L. Reaction at B, WA divided by L, and reaction at A, WB divided by L. അപ്പോൾ support reactions calculate ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ആണോ എല്ലാവർക്കും? റിയാക്ഷൻ അറ്റ് ബി WA by L, റിയാക്ഷൻ അറ്റ് A WB by L. RA വാല്യൂ RB വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് നമുക്ക് തരുന്നതെങ്കിൽ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റിയാക്ഷൻ വാല്യൂസ് ആണ്. റിയാക്ഷൻ അറ്റ് എ ആൻഡ് റിയാക്ഷൻ അറ്റ് ബി. സിംപ്ലി സപ്പോർട്ടിൻ്റെ റിയാക്ഷൻ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുക, നമുക്ക് തന്നിരിക്കുന്ന ബീമിനെ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ്, എ ബി സ്പാൻ നോക്കിയേ, എയിൽ നിന്ന് നമുക്ക് ലോഡൊന്നുമില്ല, ഡബ്ല്യൂയിൽ വന്നപ്പോൾ ഒരു ലോഡ് വന്നു. പിന്നെന്താണ്, ഡബ്ല്യു മുതൽ ഡബ്ല്യു, ഇത് നമുക്ക് വേണമെങ്കിൽ സി പോയിന്റ് എന്ന് കൊടുക്കാം, അപ്പോൾ എളുപ്പം ഉണ്ടാവും. One second. സി പോയിന്റ്. അപ്പോൾ ഡബ്ല്യു ആക്ട് ചെയ്യുന്ന പോയിന്റ് സി പോയിന്റ്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ എയിൽ നിന്ന് സി വരെ എന്താണ്, വേറെ ലോഡൊന്നുമില്ല. സിയിൽ വന്നപ്പോൾ എന്ത് വന്നു, ഒരു ലോഡ് വന്നു. പിന്നെ സി ടു ബി വേറെ ലോഡൊന്നുമില്ല. അപ്പോൾ നമുക്കിതിനെ രണ്ട് പാർട്ടായി ഡിവൈഡ് ചെയ്യണം.
എ സി എന്ന് പറഞ്ഞ ഒരു പാർട്ടും സി ബി എന്നും പറഞ്ഞ് അടുത്ത പാർട്ടും. എ സി പാർട്ട് ആൻഡ് സി ബി പാർട്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്? എ സി പാർട്ടിൽ നമ്മളിവിടെ ഒരു സെക്ഷൻ എടുത്തു, എക്സ് എന്ന സെക്ഷൻ എടുത്തു. എന്നിട്ട് എന്താണ്, ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഫുള്ള് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഫുള്ള് കൺസിഡർ ചെയ്യുക. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ദാണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഫ്രം ആർ എ എന്നാണ് ഡിസ്റ്റൻസ് എക്സ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എ സി എന്ന് പറഞ്ഞ പാർട്ടിൻ്റെ ഷിയർ ഫോഴ്സ് വാല്യൂ, ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. നമുക്ക് എങ്ങനെ പാർട്ടായി ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താ, എ മുതൽ സി വരെ, എ പോയിന്റ് നോക്കി, എ മുതൽ സി വരെ എന്താണ് ലോഡ് വാല്യൂ എല്ലാം കോൺസ്റ്റന്റ് ആണ്. പിന്നെ സിയിൽ വന്നപ്പോഴാണ് അടുത്ത ലോഡ് വരുന്നത്. അപ്പോൾ എന്താണ്, അവിടെ വെച്ച് നമ്മൾ അടുത്ത പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് ഫുള്ള് ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, പോയിന്റ് ലോഡിന് പകരം എ ടു ബി ഫുൾ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ്, നമുക്ക് അവിടെ ഒരൊറ്റ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ നമുക്ക് വേറെ ലോഡും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക, W1 എന്ന് പറഞ്ഞ ലോഡും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, ഇത് ഡി പോയിന്റ് എന്നും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എ ഡി ഒരു പാർട്ട്, ഡി സി സെക്കൻഡ് പാർട്ട്, സി ബി തേർഡ് പാർട്ട്, അങ്ങനെ 1 2 3 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ ആ ലോഡിൻ്റെ ഇത് വെച്ചിട്ടാണ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എ മുതൽ സി വരെ എന്താണ്, ഷിയർ ഫോഴ്സിനും ബെൻഡിങ് മൊമെൻറ്റിനും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും, സി മുതൽ ബി വരെ അടുത്ത വാല്യൂ ആയിരിക്കും. അങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എ സി പാർട്ട് നോക്കാം. എ സി സോ ഇവിടെ സപ്പോർട്ട് റിയാക്ഷൻ ആർ എ, സപ്പോർട്ട് റിയാക്ഷൻ ആർ എ, ആറുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ആർ എയുടെ വാല്യൂ ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എൽ. സോ ആർ എയുടെ വാല്യൂ ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എൽ. സോ ഈ ഒരു പോർഷനിലാണ് നമ്മൾ സെക്ഷൻ കട്ട് ചെയ്തിരുന്നത്. ഇത് എ പോയിന്റ്, ഇത്രയും ഡിസ്റ്റൻസ് ആണ് സ്മോൾ എക്സ്, ഈ ഡിസ്റ്റൻസ് സ്മോൾ എക്സ്. ഇത്രയും പോർഷൻ മാത്രം നോക്കിയാൽ മതി. ഇതിന് അങ്ങോട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ സി പോയിന്റ് വരുന്നത്, ലോഡ് ആക്ട് ചെയ്യുന്നതൊക്കെ. അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ സെക്ഷൻ കട്ട് ചെയ്തു, സെക്ഷൻ കട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡ് ഫുള്ള് കൺസിഡർ ചെയ്യുക. നമുക്ക് എളുപ്പം എന്താണ്, ലെഫ്റ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ലെഫ്റ്റ് പോർഷനിൽ എന്താണ്, ആർ എ എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് റിയാക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സിന്റെ ബെൻഡിങ് മൊമെന്റിന്റെയും ഇക്വേഷൻ എടുക്കാം. ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താണ്, ഷിയർ ഫോഴ്സ് ആക്ടിങ് അപ്വേർഡ്സ്. അപ്പോൾ ഞാൻ ആ സൈൻ കൺവെൻഷൻ ഒന്നും കൂടി പറയുകയാണ്. എന്താണ്, വേണ്ടേ, ഒരു ക്ലോക്ക് വൈസ് പോലാണ് ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് പോലെ എന്ന് പറയുമ്പോൾ ഇത് സെക്ഷൻ്റെ ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്, റൈറ്റിൽ താഴത്തേക്ക്, ലെഫ്റ്റിൽ അപ്വേർഡ്സ്. അപ്പോൾ എന്താണ്, ഒരു ക്ലോക്ക് വൈസ്, ലെഫ്റ്റിൽ അപ്വേർഡ്സ്, റൈറ്റിൽ ഡൗൺവേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ന് നോക്കാം. ഓപ്പോസിറ്റ്, ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് പോലെ, ഇത് സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ്, സെക്ഷൻ്റെ റൈറ്റ് സൈഡ്. ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ്, നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പോൾ നോക്കി ഇവിടെ എന്താണ്, നമ്മൾ സെക്ഷൻ്റെ ലെഫ്റ്റ് പോർഷൻ അപ്വേർഡ്സ് ആണ് പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എൽ, എൽ വാല്യൂ ആണ്, ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എൽ. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ, ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു, ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഷിയർ ഫോഴ്സ് ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എൽ, സോറി റിയാക്ഷൻ അറ്റ് എ ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എൽ. ഈ ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എല്ലിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എക്സ്. നമ്മൾ എന്താണ്, എബൌട്ട് ദിസ് സെക്ഷൻ ആണ് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എൽ, ഈ ഡിസ്റ്റൻസ്, മൊമെന്റ് എന്താണ്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, perpendicular distance. അപ്പോൾ W into B into X, W into B into X. ഇനി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് മൊമെന്റ് ആണോ കോസ് ചെയ്യുന്നത് നോക്കണം. അപ്പോൾ നോക്കിക്കേ, ഇങ്ങനെ വന്നാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ ബിയും
താഴത്തേക്ക് ബെൻഡ് ചെയ്യാണ്, സാഗിങ് ആണ് കോസ് ചെയ്യുന്നത്. സാഗിങ് മൊമെന്റ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ് മൊമെന്റ്. അപ്പോൾ WB/L into X എന്ന് പറയുന്നത് പോസിറ്റീവ് മൊമെന്റ് ആണ്. അപ്പോൾ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ കിട്ടി WB/L into X. ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടി WB/L. രണ്ടും എന്താണ്? പോസിറ്റീവ് വാല്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് എ പോയിന്റിന്റെയും നമ്മൾ എന്താണ് AC പാർട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ എ പോയിന്റിന്റെയും സി പോയിന്റിന്റെയും ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സ് വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. എ പോയിന്റ് ആൻഡ് സി പോയിന്റ്. അപ്പോൾ നമുക്ക് നോക്കാം. അറ്റ് എയിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും വരുന്നത്? നമ്മൾ എ പോയിന്റ് ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് എടുത്തത്. എയിൽ നിന്നാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്തത്. അപ്പോൾ എ പോയിന്റ് ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ therefore അറ്റ് എയിലെ എക്സിന്റെ വാല്യൂ at A x is equal to 0. At A x is equal to 0. അപ്പോൾ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ നോക്കിക്കേ. ഷിയർ ഫോഴ്സ് അറ്റ് A is equal to WB/L. WB/L. Bending moment at A is equal to എന്താ വരുന്നത്? WB/L into X. എക്സിൻ്റെ അടുത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വന്നു? ബെൻഡിങ് മൊമെന്റ് അറ്റ് A is equal to 0. അപ്പോൾ ഇതാണ് ഷിയർ ഫോഴ്സിന്റെയും ബെൻഡിങ് മൊമെന്റിന്റെയും വാല്യൂ അറ്റ് എ പോയിന്റ്. അല്ലെങ്കിൽ എന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ ബെൻഡിങ് മൊമെന്റ് 0 ആയിരിക്കും. നമുക്ക് എന്താണ് സി പോയിന്റ് നോക്കാം. സി പോയിന്റ് ഇവിടെ ഒറിജിൻ എന്താണ്? A ആണ്. അപ്പോൾ സി പോയിന്റ് നോക്കുമ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് വരും നോക്കാം. അറ്റ് സി എന്താണ്? എക്സിന്റെ വാല്യൂ സ്മോൾ a ആണ് എടുക്കേണ്ടത്. നമ്മൾ എ പോയിന്റ് ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് എടുത്തത്. അപ്പോൾ എ മുതൽ അടുത്തെന്താണ്? സി പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സിയിൽ എന്താണ്? എക്സിന്റെ വാല്യൂ സ്മോൾ a ആണ്. സി പോയിന്റിൽ എക്സിന്റെ വാല്യൂ സ്മോൾ a. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അറ്റ് സി എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ a. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സി ഇസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ നോക്കിക്കേ. ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷനകത്ത് WX is equal to WB/L. എക്സിന്റെ ടേം ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാം? WB/L. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് സി നോക്കാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഇസ് ഈക്വൽ ടു എക്സിന്റെ അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷനകത്ത് നമുക്ക് എന്താ ഉള്ളത്? WB/L into X. അപ്പോൾ എക്സിന്റെ അടുത്ത് എന്ത് ചെയ്യുക? എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എന്തുണ്ട്? WB/L into X. എക്സിന്റെ അടുത്ത് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. WB/L into X. അപ്പോൾ എന്താണ്? എക്സിന്റെ അടുത്ത് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? WAB/L ആണ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സിയുടെ വാല്യൂ. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സിയുടെ വാല്യൂ WB/L. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഈസ് ഈക്വൽ ടു WAB/L. അപ്പോൾ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്ത്? AC പാർട്ടിന്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്താ വേണ്ടത്? ഇനി എന്ത് വേണം? നമുക്ക് CB പോർഷൻ കൺസിഡർ ചെയ്യണം. C to B പോർഷൻ. അപ്പോൾ CB പോർഷൻ കൺസിഡർ ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? സിയുടെയും ബിയുടെയും ഇടയിൽ ഒരു സെക്ഷൻ കട്ട് ചെയ്യണം. ഇവിടെ ഇങ്ങനെ ഒരു സെക്ഷൻ കട്ട് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ ലെഫ്റ്റ് പോർഷൻ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് പോർഷൻ കൺസിഡർ. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്തായിട്ട് എടുക്കുന്നത്? എക്സ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡിസ്റ്റൻസ് എടുക്കണം. എയിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കണം. അതെന്താണ്? അത് നമുക്ക് രണ്ട് ഫോഴ്സ് വാല്യൂ, ആർയുടെ വാല്യൂ ഡബ്ല്യുവിൻ്റെ വാല്യൂ ഒക്കെ വരും. നമുക്ക് കുറച്ച് കൂടുതലായിട്ട് സോൾവ് ചെയ്യേണ്ട ആവശ്യമൊക്കെ വരും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ സെക്ഷൻ കട്ട് ചെയ്തിട്ട് ബി എന്നാണ് എക്സ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? B to C പാർട്ടിന്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി BC പാർട്ട് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ സെക്ഷൻ കട്ട് ചെയ്തിട്ട് സെക്ഷൻ്റെ ഏത് മാത്രമേ എടുക്കാവുള്ളൂ? ഈ റൈറ്റ് സൈഡ് പോർഷൻ മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ. റൈറ്റ് സൈഡ് പോർഷൻ മാത്രം. നോക്കിക്കേ. അപ്പോൾ
അപ്പോൾ ഞാൻ ആ ഫിഗർ വരയ്ക്കാം. ഇതാണ്ടേ ഇവിടെ ആയിരുന്നു നമുക്ക് എന്തുള്ളത്, റിയാക്ഷൻ ബി ഉള്ളത്. റിയാക്ഷൻ ബി ഇതാണ്ടേ ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസ് എടുത്തു. ഇവിടെയാണ് നമ്മൾ സെക്ഷൻ കട്ട് ചെയ്ത് XX എന്ന സെക്ഷൻ. ഇത് ബി പോയിന്റ് ആണ്. പിന്നെ എന്താണ്, ഇങ്ങോട്ട് മാറിയിട്ടാണ് സി വരുന്നത്. സിയിൽ നമുക്ക് ലോഡൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇത്രയും പോർഷൻ നോക്കണ്ട, നമ്മൾ ബി മുതൽ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്, എക്സ് ഡിസ്റ്റൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എന്താണ്, ബി പോയിന്റ് ആണ് ഒറിജിൻ, ബി എന്നാണ് നമ്മൾ എക്സ് ഡിസ്റ്റൻസ് മെഷർ ചെയ്തിരിക്കുന്നത്. സോ ബി പോയിന്റ് ഇസ് ടേക്കൺ ആസ് ഒറിജിൻ, ബി എന്നാണ് ഡിസ്റ്റൻസ് എക്സ് മെഷർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ സെക്ഷന്റെ റൈറ്റ് സൈഡ് പോർഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷനും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഇക്വേഷനും. ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, റിയാക്ഷൻ ബി ആക്ടിങ് അപ്വേർഡ്സ്. അപ്പോൾ ഞാൻ സൈൻ കൺവെൻഷൻ പറഞ്ഞ എന്തായിരുന്നു, റിയാക്ഷൻ ബി ആക്ടിങ് അപ്വേർഡ്സ് സെക്ഷന്റെ റൈറ്റ് സൈഡിലാണ്. സെക്ഷന്റെ റൈറ്റ് സൈഡിൽ ആക്ടിങ് അപ്വേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഇതാണ്ടേ സൈൻ കൺവെൻഷൻ വരച്ചിരിക്കുന്നു. സെക്ഷന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിൽ എന്താണ്, നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. എന്താണ്, റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണെങ്കിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണ് വരുന്നത്. ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്, റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണ്, അപ്പോൾ എന്താണ്, നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആർ ബി, നെഗറ്റീവ് ആർ ബി. ആർ ബിയുടെ വാല്യൂ എന്തായിരുന്നു കിട്ടിയത്, ഡബ്ല്യു എ ഡിവൈഡഡ് ബൈ എൽ, ഡബ്ല്യു ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എൽ മൈനസ് ഡബ്ല്യു എ ഡിവൈഡഡ് ബൈ എൽ. ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു, ഈ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കിട്ടാനായിട്ട് ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ്, ഫോഴ്സ് വാല്യൂ ഡബ്ല്യു ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എൽ. ഡിസ്റ്റൻസ് എന്താണ്, ബി മുതൽ സെക്ഷനുകളുടെ ഡിസ്റ്റൻസ്, ബി മുതൽ സെക്ഷനുകളുടെ ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ്. ഇനി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. എന്താണ്, ഈ ഫോഴ്സ് ദാണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യാണ്. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ബീം വിൽ ബെൻഡ് ഡൗൺവേർഡ്സ്, താഴത്തേക്ക് ബെൻഡ് ചെയ്താൽ സാഗിങ് മൊമെന്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് മൊമെന്റ്. അപ്പോൾ മൊമെന്റിന്റെ ഇക്വേഷൻ കിട്ടി, ഡബ്ല്യു എ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എൽ. മൊമെന്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു എ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എൽ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളായി. ഇനി എന്താ വേണ്ടേ, ബി പോയിന്റിന്റെയും സി പോയിന്റിന്റെയും ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ഏതാണ്, ബി ടു സി ആണ് ഇവിടെ ചെയ്യുന്നത്. ബി പോയിന്റിന്റെയും സി പോയിന്റിന്റെയും ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സിന്റെയും വാല്യൂസും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അറ്റ് ബി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, ബി ആണ് ഒറിജിൻ പോയിന്റ്, അപ്പോൾ ബി എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്, നമുക്ക് ഇതിനകത്ത് സീറോയുടെ എക്സിൻ്റെ ടേം ഒന്നുമില്ല, മൈനസ് ഡബ്ല്യു ഇൻറ്റു സ്മോൾ എ ഡിവൈഡഡ് ബൈ എൽ. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബിയുടെ ഇക്വേഷൻ കിട്ടി, ഡബ്ല്യു ഇൻറ്റു സ്മോൾ എ ഡിവൈഡഡ് ബൈ എൽ. ഇനി ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ, മൊമെന്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താണ്, എക്സിൻ്റെ അടുത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൊമെന്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു 0. എന്താണ്, ബി എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണ്. സിംപ്ലി സപ്പോർട്ടഡിൽ നമുക്ക് മൊമെന്റ് ഇല്ല, മൊമെന്റ് 0 ആണ്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, സി പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സി അറ്റ് സിയിൽ എക്സിന്റെ വാല്യൂ എന്ത് വരും, ഈ ബി പോയിന്റ് ആയിരുന്നു ഒറിജിൻ പോയിന്റ് ആയിട്ട് എടുത്തിരുന്നത്. അപ്പോൾ ബിന്ന് സി വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്, സ്മോൾ ബി. ബി സി ഡിസ്റ്റൻസ് എന്താണ്, സ്മോൾ ബി. അപ്പോൾ അറ്റ് സി എക്സ് ഇസ് ഈക്വൽ ടു ബി, അറ്റ് സി എക്സ് ഇസ് ഈക്വൽ ടു ബി. അപ്പോൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, ഷിയർ ഫോഴ്സ് അറ്റ് ബി ഇസ് ഷിയർ ഫോഴ്സ് അറ്റ് ബി ഇസ് ഈക്വൽ ടു ഇത് ഷിയർ ഫോഴ്സ് അറ്റ് ബി അല്ല, തെറ്റിപ്പോയതാണ്. ഇത് നമ്മൾ സി പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സി
shear force at C is equal to x-ൻ്റെ വാല്യൂ എന്താണ് സ്മോൾ ബി ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നോക്കിക്കേ, ഇവിടെ നമുക്ക് എക്സിൻ്റെ ടേം ഒന്നുമില്ല, അപ്പോൾ മൈനസ് ഡബ്ല്യു എ ബൈ എൽ ആണ് ഇവിടുത്തെ ഇക്വേഷൻ. മൈനസ് ഡബ്ല്യു ഇൻറ്റു എ ഡിവൈഡഡ് ബൈ minus W into A divided by L. Minus W into A divided by L, shear force at C. Ini bending moment at C. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്, നമുക്ക് എക്സിൻ്റെ അടുത്ത് സ്മോൾ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ, ഡബ്ല്യു എ ബൈ എൽ ഇൻറ്റു എക്സ്. അപ്പോൾ സ്മോൾ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡബ്ല്യു എ ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എൽ. സോ മൊമെൻ്റ് അറ്റ് സി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ബി ഡിവൈഡഡ് ബൈ എൽ. എക്സിൻ്റെ അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സ്മോൾ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡബ്ല്യു എ ബി ഡിവൈഡഡ് ബൈ എൽ ആണ് ആൻസർ ആയിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ എല്ലാ പോയിന്റ്സിൻ്റെയും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുകയാണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. സോ എസ് എഫ് ഡി ആൻഡ് ബി എം ഡി വരയ്ക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ആ ക്വസ്റ്റ്യൻ ഫിഗർ ഫസ്റ്റ് വരച്ചു, എന്നിട്ട് ഒരു ബേസ് ലൈൻ മാർക്ക് ചെയ്തു. ഈ ബേസ് ലൈന് മുകളിലുള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്, ബേസ് ലൈന് താഴെയുള്ള വാല്യൂസ് എല്ലാം നെഗറ്റീവ് വാല്യൂസ് ആയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഇങ്ങനെ പോയിന്റ്സ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻ വരയ്ക്കുന്നത്. സി പോയിന്റ്, ബി പോയിന്റ്. ഇനി നമുക്ക് എ പോയിന്റ്, ഷിയർ ഫോഴ്സ് അറ്റ് എ എന്താ വാല്യൂ കിട്ടിയത്, ഷിയർ ഫോഴ്സ് അറ്റ് എ. എ പോയിന്റ് നോക്കിക്കേ, ഷിയർ ഫോഴ്സ് അറ്റ് എ ഡബ്ല്യു ബി ബൈ എൽ, അതെന്താണ് പോസിറ്റീവ് വാല്യൂ ആണ്. ഷിയർ ഫോഴ്സ് അറ്റ് എ പ്ലസ് ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എൽ. അപ്പോൾ എന്താ മാർക്ക് ചെയ്യേണ്ടത്, ബേസ് ലൈനിന് മുകളിൽ ഡബ്ല്യു ബി ബൈ എൽ മാർക്ക് ചെയ്യുക. ഡബ്ല്യു ബി ബൈ എൽ ബേസ് ലൈനിന് മുകളിലാണ് വരുന്നത്, പോസിറ്റീവ്. അപ്പോൾ മുകളിലോട്ട് ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എൽ. ഇനി അടുത്ത എന്താണ്, സി പോയിന്റ് നോക്കുകയാണ്. സി പോയിന്റിലെ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ, സി പോയിന്റ് ഇപ്പോൾ എ സി സ്പാനിൽ ഷിയർ ഫോഴ്സ് അറ്റ് എ ഡബ്ല്യു ബി ബൈ എൽ. ഇനി എ സി സ്പാനിൽ ഷിയർ ഫോഴ്സ് അറ്റ് സി, എ സി പാർട്ടിൽ ഷിയർ ഫോഴ്സ് അറ്റ് സി എന്താണ്, അതും ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എൽ, സെയിം വാല്യൂ തന്നെയാണ്, ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എൽ. അപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മൾ വീണ്ടും ബേസ് ലൈനിൽ നിന്ന് നമ്മുടെ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മുകളിലേക്ക് വരയ്ക്കുകയാണ്, ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എൽ. സോ എന്നിട്ട് ആ ലൈൻസ് നമ്മളൊന്ന് ജോയിൻ ചെയ്യാം. ഇത് രണ്ടും എന്താണ്, ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എൽ ആണ്. കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. സോ ഇതുകൊണ്ട് ഇങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇനി സി ബി പോർഷൻ നോക്കണം. ഇപ്പോൾ എ ബി പോർഷനാണ് നമ്മൾ നോക്കിയത്. ഇനി സി ബി പാർട്ട്, സി ബി അതാണ്ട്, അല്ലെങ്കിൽ ബി സി, ഇവിടെ ബി സി എന്നാണ് എഴുതിയത്. ബി സിയിൽ ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്താണ്, മൈനസ് ഡബ്ല്യു എ ബൈ എൽ. മൈനസ് ഡബ്ല്യു എ ബൈ എൽ എന്ന് പറയുമ്പോൾ ബേസ് ലൈനിന് താഴെയാണ് വരുന്നത്, മൈനസ് ഡബ്ല്യു എ ബൈ എൽ, മൈനസ് ഡബ്ല്യു എ ഡിവൈഡഡ് ബൈ എൽ. ഇനി ബി സി സ്പാനിൽ സി പോയിന്റ് നോക്കണം. ബി സി പോർഷനിൽ ഷിയർ ഫോഴ്സ് അറ്റ് സി, അതും എന്താണ്, മൈനസ് ഡബ്ല്യു എ ബൈ എൽ. മൈനസ് ഡബ്ല്യു എ ബൈ എൽ എന്ന് വെച്ചാൽ ബേസ് ലൈനിന് താഴത്തേക്ക് മൈനസ് ഡബ്ല്യു എ ബൈ എൽ. എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് പോസിറ്റീവ് വാല്യൂസ്, ഇത് നെഗറ്റീവ് വാല്യൂസ്, പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും. ഇത് എഴുതുക ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എൽ, ഇത് പോസിറ്റീവ് ആണ്, ഇവിടെയും ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എൽ. ഇനി അടുത്തത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പോകണം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനും ഇത് കണക്ക് എന്ത് ചെയ്യുക, ഒരു ബേസ് ലൈൻ ഫസ്റ്റ് മാർക്ക് ചെയ്യുക,
ബേസ് ലൈനിന് ടോപ്പിലേക്കുള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവ് വാല്യൂസ്, ബേസ് ലൈനിന് താഴത്തേക്കുള്ള വാല്യൂസ് എല്ലാം നെഗറ്റീവ് വാല്യൂസ്. ബേസ് ലൈനിന് മുകളിൽ പോസിറ്റീവ് വാല്യൂസ്, താഴെ നെഗറ്റീവ് വാല്യൂസ്. ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് അറ്റ് എ, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഒക്കെ എന്താ കിട്ടി നോക്കാം. അപ്പോൾ ആദ്യം എ ബി പോർഷൻ, എ സി പോർഷൻ നോക്കിക്കേ. ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഇസ് ഈക്വൽ ടു 0. നമ്മൾ എ സി പോർഷൻ ആണ് നോക്കുന്നത്. ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഇസ് ഈക്വൽ ടു 0. ഈ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി കിട്ടിയ വാല്യൂ നോക്കാം. ഡബ്ല്യു എ ബി ഡിവൈഡഡ് ബൈ എൽ. ഇതെന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ്. പോസിറ്റീവ് ഡബ്ല്യു എ ബി ഡിവൈഡഡ് ബൈ എൽ. അപ്പോൾ എന്താണ്? സി പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എഴുതി ഡബ്ല്യു എ ബി ഡിവൈഡഡ് ബൈ എൽ. ഇനി അടുത്ത പാർട്ട് സി ബി എന്ന് പറഞ്ഞ പാർട്ടിൽ ബെൻഡിങ് മൊമെന്റ് വാല്യൂ എന്താ കിട്ടിയത്? സി ബി പാർട്ട് അല്ലെങ്കിൽ ബി സി പാർട്ടിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എന്താണ്? ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി 0 ആണ് കിട്ടിയിരിക്കുന്നത്. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്താണ്? ഡബ്ല്യു എ ബി ബൈ എൽ. സെയിം വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്, ഡബ്ല്യു എ ബി ഡിവൈഡഡ് ബൈ എൽ. ഇനി എന്ത് ചെയ്യുക? എയിലെ പോയിന്റ്, എയിലെ ബെൻഡിങ് മൊമെന്റ് 0 ആണ്, സിയിലും ബെൻഡിങ് മൊമെന്റ് 0 ആണ്. അപ്പോൾ ബേസ് ലൈനിൽ തന്നെയാണ് ആ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതാണ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്ത് മൊമെന്റ് അറ്റ് സി ആണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? അതുകൊണ്ട് സി പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? ഷിയർ ഫോഴ്സ് സൈൻ ചെയ്യുന്നത്, പോസിറ്റീവ് ടു നെഗറ്റീവ്, അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് 0 ആകുന്ന പോയിന്റിലാണ് ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആണ്. ഇവിടെ എന്താണ്? പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആകുന്ന പോയിന്റ് ഇതാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെയാണ് എന്ത് വരുന്നത്? ഡബ്ല്യു എ ബി ബൈ എൽ അല്ലെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ്. അത് ഓർത്തിരിക്കുക. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഷിയർ ഫോഴ്സ് 0 ആകുകയോ ഷിയർ ഫോഴ്സ് സൈൻ ചെയ്യുന്ന പോയിന്റിലാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഞാൻ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം കാണിച്ചു തരാം. സോ ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പാരബോള അല്ല, ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന് ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ ഇറ്റ്സ് ട്രയാങ്കുലർ ഷേപ്പ്, ഷിയർ ഫോഴ്സ് ഡയഗ്രാം. മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂ ഡബ്ല്യു എ ബി ഡിവൈഡഡ് ബൈ എൽ. മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂ ഡബ്ല്യു എ ബി ഡിവൈഡഡ് ബൈ എൽ ആണ് കിട്ടുന്നത്.